ഇതെന്താ? അത് ഓഡിയോ ബോർഡാ. ഓഡിയോ ബോർഡോ? ആ, ഞാൻ കേട്ടിട്ടുണ്ട്. മരിച്ചുപോയ ആത്മാക്കളെ വിളിച്ചു വരുത്തി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓബ്ജക്റ്റ്. എനിക്കിതൊന്നും മനസ്സിലാവില്ല, മനസ്സിലാക്കുകയും വേണ്ട. ആ തമ്പുരാട്ടി പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത സ്ഥലത്തൊന്നും കടക്കരുതെന്ന്. എന്നിട്ടിപ്പോ എന്തായി? വേഗം പോയി മുറിയുന്നു. പറഞ്ഞു വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ ഒരു സാധനം. സാധാരണ പെൺകുട്ടികളല്ലവര്. ദേ ആർ ബ്ലഡി ക്രിമിനൽസ്. ഫാദർ പ്ലീസ്. ചാർലീസ് ഏഞ്ചൽസ് എന്നാണ് അവരുടെ ആംബുലർ വിളിക്കുന്നത്. പോലീസുകാർ അവരെ വെറുതെ വിട്ടാലും ഈ പട്ടത്തായത്തിൽ വെച്ച് വെറുതെ വിടാൻ പോകുന്നില്ല. ഹോസ്റ്റലിൽ നിന്ന് മാത്രമല്ല, ഈ കോളേജിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കും. ഈശോയാണ് സത്യം. ഫാദർ പ്ലീസ്, ജീസസിന് വിചാരിച്ച് ഇത്തവണത്തേക്ക് മാത്രം. കർത്താവിന് ശേഷം ശത്രുക്കളെ സ്നേഹിക്കുന്ന ആളെന്ന ബഹുമതി എനിക്ക് വേണ്ട. നോ, അവരുടെ ഇവിടുത്തെ സ്റ്റഡീസ് ഇതോടെ തീർന്നു. ഇനി ഒന്നും എനിക്ക് കേൾക്കണ്ട. തനിക്ക് പോവാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛന്റെ സ്തുതി ഇപ്പൊ എനിക്ക് വേണ്ടച്ചോ. ഇന്ന് വെള്ളിയാഴ്ചയാണോ? യെസ്. സോ വാട്ട്? നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? എന്ത് കാണുന്നുണ്ടോന്ന്? തമ്പുരാട്ടിയെ. മീനാക്ഷി, സ്വന്തം ശരീരത്തിൽ നിന്നും ആത്മാവിനെ വിഘടിപ്പിക്കാൻ വരെ കഴിവുണ്ട് ഈ തമ്പുരാട്ടിക്ക്. പിന്നെ മറ്റൊരാത്മാവിനെ വിളിച്ചു വരുത്താനാണോ അവർക്ക് പാട്? 6-ാം ഇന്ദ്രിയത്തെ വരെ കീഴടക്കി കാണും അവര്. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. എന്ത് സംശയം? അടുത്തു വരുമ്പോ പാലപ്പൂവിന്റെ മണം, കണ്ണുകൾ നീല ശംഖുപുഷ്പങ്ങൾ, കറുത്ത പട്ടുചേല. മീനാക്ഷി, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒരു തമ്പുരാട്ടി, ഒരു ഓജോ ബോർഡും. ദൈവമേ, ആ ചാക്കോച്ചൊന്ന് വേഗം വന്നിരുന്നെങ്കിൽ. നീ പേടിക്കണ്ട, യക്ഷികൾ ഒരിക്കലും യക്ഷികളെ പിടിക്കില്ല. എന്താ ദേവി? മീനു, ഒന്ന് വേഗം വാ, ഒരു കാര്യം കാണിച്ചു തരാം. എന്താ? തമ്പുരാട്ടി മുകളിലത്തെ മുറിയിലെ യക്ഷികളോട് സംസാരിക്കുന്നു. അങ്ങോട്ടൊന്ന് ഫോൺ നിൽക്കും. ആ തമ്പുരാട്ടി പറഞ്ഞൊക്കെ മറന്നു. നീ ഇവിടെ കാണേണ്ടവേ കാണാവൂന്ന്. കാണേണ്ടതൊക്കെ കാണാൻ അറിയേണ്ടതൊക്കെ അറിയണം. നീ വരുന്നത് ഈ ഓജോ ബോർഡിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവ് നളിനിയുടെ മരിച്ചുപോയ ഭർത്താവിൻ്റെതാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എന്റെ ചോദ്യം, നളിനിയുടെ ഭർത്താവിന്റെ മരണം ആത്മഹത്യയായിരുന്നു എന്നാണ്. അല്ല, കമ്പനി ഹൗസിൽ പോയ ആള് ലോഡ്ജ് മുറിയിൽ വിഷം കഴിച്ച് മരിച്ചെന്ന് എല്ലാവരും പറയണേ. സ്വയം വിഷം കഴിച്ച് മരിച്ചതല്ലെങ്കിൽ പിന്നെ ആരാ വിഷം തന്നത്? പറയൂ, നളിനിക്കത് അറിയണത്. കൂട്ടുകാരനോ അതോ സ്വന്തം കുടുംബത്തിലുള്ളവരോ? പറയൂ. ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും ഇതറിയില്ല.